മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ കഴിഞ്ഞ ദിവസം ED അന്വേഷണം വന്നു. വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും അറസ്റ്റുകളും സമരങ്ങളും ഒക്കെ ആയിട്ട് ഈ പറയുന്ന ED അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പോയി. യഥാർത്ഥത്തിൽ ഈ ED അന്വേഷണം ആർക്കാണ് ഗുണം ചെയ്തിരിക്കുന്നത്? ശരിക്കും നമ്മൾ ഇതൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ED അന്വേഷണം നടന്നു, 12 ഇടത്ത് അന്വേഷണം നടന്നു, 12 ഇടത്ത് തിരക്കം നടന്നു. സെർച്ചിങ് ഭയങ്കരമായിട്ട് എനിക്ക് 8 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രഹസനം തന്നെ നടന്നു. ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ഒരു തരി പോലും കണ്ടെത്താൻ കഴിയാതെ EDക്ക് മടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഈ പറയുന്ന അത്രയും സമയം നമ്മുടെ കേരളത്തിൽ പല ഭാഗങ്ങളിലായിട്ട് വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. അതായത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ ഈ രീതിയിൽ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് ഇപ്പം നമ്മൾ ആലോചിക്കുക, തൈക്കണ്ടിയിൽ വീണ ആണ് അതിനകത്തിൽ ഉത്തരവാദി, അതിനകത്തിൽ അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയുക സസ്പെക്റ്റ് ആയിട്ട് നിൽക്കുന്ന, അക്യൂസ്ഡ് എന്ന് പറയുമ്പോൾ സസ്പെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ വീണ തൈക്കണ്ടിയിലാണ്. അതായത് പിണറായി വിജയൻ്റെ മകൾ. അപ്പോൾ അങ്ങനെ വീണ കുറ്റവാളിയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ തടഞ്ഞു വെക്കേണ്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളെയല്ല. കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് പിണറായി വിജയൻ 10 വർഷമായി കേരളം ഭരിക്കുന്നു. പിണറായി വിജയൻ 10 വർഷം കേരളം ഭരിച്ചിട്ടും അദ്ദേഹത്തിനെതിരായി ഒരു കേസ് പോലും ഇടാൻ EDയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പലതരത്തിൽ അദ്ദേഹത്തെ കൊടുക്കാൻ നോക്കിയെന്ന് വെച്ചാൽ ഏതെല്ലാം കേസുകൾ വന്നു, സ്വർണ്ണക്കടത്ത് കേസുകൾ വന്നിരിക്കുന്നു, അത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കൊണ്ടുവന്നിട്ടും അദ്ദേഹത്തിനെ തൊടാൻ പോലും പറ്റിയിട്ടില്ല. ലാവ്ലിൻ കേസ് മാറ്റിവെക്കുന്നു എന്ന് പറയുന്നത്, ലാവ്ലിൻ കേസ് എന്ന് പറയുന്ന സംഭവം ശരിക്കും പിണറായി വിജയൻ പ്രതി അല്ല. അതിൽ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ട് പിന്നെ അന്ന് പത്രസമ്മേളനം നടത്തിയ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും തടയാൻ കഴിയാത്ത പിണറായി വിജയനെ പോലെ ഒരു നേതാവിനെ വീട്ടുതടങ്കിൽ പാർപ്പിക്കുന്ന പോലെ പാർപ്പിച്ചുകൊണ്ട് ഏകദേശം 8 മണിക്കൂറോളം ED നടത്തിയ വിദഗ്ധമായ പരിശോധന, 12 മണി രാവിലെ 6 മണിക്ക് തുടങ്ങിയതാണ്. 12 ഇടങ്ങളിൽ ഒരു ചുക്കും ചുണ്ണാമ്പും കണ്ടെത്താൻ കഴിയാതെ ആ വീട്ടിൽ നിന്ന് പോയവരെ പോലീസ് അവിടെ കൂടിയിരുന്ന ആൾക്കാരെല്ലാം കൂടെ അടിച്ചു എന്ന് പറഞ്ഞാൽ വാഹനത്തെ ആക്രമിച്ചു. പ്രതിഷേധമാണ്, ശരിക്കും പ്രതിഷേധിക്കണം. ഇനി നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ തോൽവിയെ തുടർന്ന് ഇടതുപക്ഷം ഒന്ന് ഡള്ളായി നിൽക്കുന്ന സമയമായിരുന്നു. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് വല്ലാത്ത ക്ഷീണം നേരിട്ടുകൊണ്ടിരുന്ന കാലം. CPMന് ചെയ്യുന്നൊന്നും ശരിയാവുന്നില്ല, എങ്ങനെയൊക്കെ ആയിട്ടും ഒരു രക്ഷയും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം ഒന്ന് ശരിക്കും ഡള്ളായി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇടതുപക്ഷം CPM എന്ന് പറയുന്ന പാർട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ബ്രാഞ്ച് കമ്മിറ്റികൾ അടക്കം കുറ്റം പറയുന്ന ഒരൊറ്റ ഒരാളെയായിരുന്നു. ആരെയാ? പിണറായി വിജയൻ കാരണമാണ് പാർട്ടി തോറ്റത്. പിണറായി വിജയനാണ് ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അതായത് ചിലർ പറയുന്നത് പിണറായി വിജയൻ, പാറശാല ഏരിയ കമ്മിറ്റി പറഞ്ഞത് പിണറായി വിജയൻ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം, തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആൾക്കാരെല്ലാം കൂടി പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുക. പിണറായി വിജയനെതിരായ ഒരു വലിയ വികാരം പാർട്ടിക്കുള്ളിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഘടകകക്ഷികൾ പോലും അത് ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് പെട്ടെന്ന് തന്നെ ഇത് പിന്നെ നമ്മുടെ ഇങ്ങേര് VD സതീശൻ അതിൻ്റെ അടിവശത്തൂടെ പണിഞ്ഞു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം VD സതീശൻ അങ്ങനെ ഇന്ന് വളരെ സരസമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ നരേന്ദ്രമോദിയെ കാണുന്നത്, നരേന്ദ്രമോദിയെ കണ്ട ഉടനെയാണ് ഞാൻ പറഞ്ഞത് നാളെ അത്യാവശ്യമായിട്ട് പിണറായി വിജയൻ്റെ വീട്ടിൽ കയറി റെയ്ഡ് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ സരസമായി മുഖ്യമന്ത്രി അതിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പാർട്ടിക്കാർ പോലും CPMകാർ പോലും വെറുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, പിണറായി വിജയൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നിന്ന സമയത്ത് പെട്ടെന്ന് ഒരു ED അന്വേഷണം വരുന്നു, EDയുടെ റെയ്ഡ് നടക്കുന്നു. ഈ റെയ്ഡ് തുടങ്ങി അവസാനിക്കുന്നതിന് മുൻപ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിണറായി വിജയന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സഖാക്കന്മാർ നിരനിരയായിട്ട് തയ്യാറായി നിൽക്കുന്നു. എവിടെ പോയി പിണറായി വിജയന്? അതുവരെ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ എവിടെ പോയി? പിണറായി വിജയൻ പിന്നെ പുറത്തേക്ക് പോകണം, പിണറായി വിജയനാണ് തോൽവിയുടെ ഉത്തരവാദി എന്ന് പറഞ്ഞ പാർട്ടി പ്രവർത്തകരൊക്കെ എവിടെ പോയി? എല്ലാവരും ഒരു കൊടിയുടെ കീഴിൽ അണിനിരന്നുകൊണ്ട് പിണറായി വിജയനെതിരായി നടന്ന ഈ പ്രവൃത്തിയെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞുകൊണ്ട് സമരമുഖത്തേക്ക് തിളച്ചിറങ്ങുന്നതാണ് കണ്ടത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 10 പേരെങ്കിൽ 10 പേര്, 100 പേരെങ്കിൽ 100 പേര്, 10,000 പേരെങ്കിൽ 10,000 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് പല ഏരിയ കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പലയിടങ്ങളിൽ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, പ്രതിഷേധങ്ങൾ ആളിക്കത്തി നമ്മൾ കണ്ടു. അപ്പം ഇവിടെ എന്താണ്, ഒരു പൊതുശത്രുവിനെ നേരിടാൻ, അല്ലെങ്കിൽ ED എന്ന് പറയുന്ന ഒരു പൊതുശത്രുവിനെ നേരിടാൻ വേണ്ടിയിട്ട് പാർട്ടിക്കാരെല്ലാം ഒരുമിച്ച് നിന്നു. ഇവിടെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർട്ടിയുടെ ഐക്യം എന്ന് പറഞ്ഞാൽ അതാ. അത്രയും നേരം പിണറായി വിജയൻ ആണ് തോൽവിയുടെ ഉത്തരവാദി. ഇനി അങ്ങനല്ല. അതിനുശേഷം പിണറായി വിജയൻ വന്നിട്ട് കൈ ഉയർത്തി കാണിച്ചു.
അത് കൈ ഉയർത്തി ഇംഗ്ലാ വിളിക്കുന്ന പോലെ എല്ലാ സഹാക്കളെ അഭിവാദ്യം ചെയ്തു. അവിടെ കാര്യങ്ങൾ കഴിഞ്ഞില്ലേ? ഈ കൈകൾ ശുദ്ധമാണ് എന്ന് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൃത്യമായ ആ മറുപടിയല്ലേ ഏറ്റവും ഒടുവിൽ പോയവർക്ക് കിട്ടിയത്? കാരണം അവിടെ നിന്ന് റെയ്ഡ് നടത്തിയിട്ട് ഒന്നും കണ്ടെത്താൻ കഴിയാതെ ആകെപ്പാട് ഒരു അക്കൗണ്ടിൽ എത്ര ലക്ഷം രൂപ കിടക്കുന്ന ഒരു അക്കൗണ്ട് മാത്രം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അത് ഇഡിക്ക് വീട്ടിൽ റെയ്ഡ് നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ഒരാളുടെ അക്കൗണ്ടിൽ ഇഡിയെ പോലെ ഇത്രയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ പോലെ ഒരു ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഒരു അന്വേഷണ ഏജൻസിക്ക് ഒരു വീണ തൈക്കണ്ടിയിലിന്റെ പാൻ കാർഡ് കൊടുത്ത് അറിയാൻ പറ്റും എത്ര രൂപ എവിടെയൊക്കെ ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, എത്ര രൂപ ഉണ്ട് സേവിങ്സ് ഉണ്ടെന്ന്. നീ ഈ കണ്ട കാടളകൾ നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയും, അത് ഉമ്മയും ബാപ്പയും കൂടെ അകത്തിരുത്തി തടങ്ങളിലിരുത്തിക്കൊണ്ടാണ് അവരുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. എന്തിനായിരുന്നു ഈ കണ്ട റെയ്ഡ് നടത്തിയത്? 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയെന്നാണ് പറയുന്നത്. എന്തിനായിരുന്നു? 12 പ്രതികളുണ്ട്. അപ്പം ഈ പറയുന്ന CMRL അഴിമതി, മാസപ്പടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയത് ശരിക്കും ചില ചാനലുകളാണ് ഈ മാസപ്പടി എന്നുള്ള നിലയിലേക്ക്. അപ്പം ഇങ്ങനെയൊക്കെ വന്നിട്ടാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ CPM അങ്ങ് ഈ ഒതുങ്ങിക്കിടന്ന CPM-നെ ഇപ്പം ശക്തമായ ഒരു ബൂസ്റ്റ് കിട്ടി. കേരളത്തിൽ എവിടെയും ചർച്ച ചെയ്തു തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വിഷയം കൂടെ വന്നു. ഇത് ചർച്ചയിലേക്ക് വന്നപ്പോഴാണ് ഈ പറയുന്ന ശശിധരൻ കർത്ത എന്ന് പറയും, കരിമണൽ കർത്ത എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. പുള്ളി ഒരു പേപ്പറിനകത്ത് കുറേ പേരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ ഈ ഇനിഷ്യൽസാ. OC ഉണ്ട് അതിനകത്ത്, KK ഉണ്ട് അതിനകത്ത്, RC ഉണ്ട് അതിനകത്ത്, പിന്നെ ഒരു BV ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. RC ആരാണ്? നമുക്ക് കേരളത്തിൽ എല്ലാവർക്കും ഒരു RC ആരാണ്? രമേശ് ചെന്നിത്തലയാണ് RC. അപ്പൊ രമേശ് ചെന്നിത്തല പൈസ മേടിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല സമ്മതിച്ചു, ഞാൻ പൈസ മേടിച്ചിട്ടുണ്ട് കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന്. ആകെപ്പാടെ വീണ തൈക്കണ്ടിയിൽ കൊടുത്ത് 2.87 കോടി രൂപ അത്രയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ വീണ തൈക്കണ്ടി കുറ്റക്കാരിയായിരിക്കുന്നത്. 2.87 അങ്ങനത്തെ ഒരു കണക്കിലാണ്. അതേസമയം കരിമണൽ കർത്ത എത്ര രൂപ വെട്ടിച്ചിട്ടുണ്ട്? വക മാറ്റി 187 കോടി രൂപ വെട്ടിച്ചിട്ടുണ്ട്. അപ്പം വീണ തൈക്കണ്ടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അതിൻ്റെ എത്രയാണ്? അത്രയും വെട്ടിച്ചതിനകത്ത് നിന്ന് വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകൾക്ക് കിട്ടിയിരിക്കുന്ന എത്രയാണ്? വീണ T എന്ന് പറയാം. വളരെ ചെറിയൊരു തുകയല്ലേ കിട്ടിയിരിക്കുന്നത്. 187 അയാളുടെ പുള്ളി വെട്ടിച്ചിരിക്കുന്നത്, ടാക്സ് വെട്ടിച്ചത്. ഇത് കൊടുത്തിരിക്കുന്ന ഒന്ന് KK എന്ന് പറഞ്ഞ ആരാ? കുഞ്ഞാലിക്കുട്ടി സാഹിബ്. പിന്നെ വേറൊരാളുണ്ട്, ഇബ്രാഹിം കുഞ്ഞ്. അതേതാ? നമ്മുടെ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പം ഉണ്ട്, മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ പുള്ളി കാശ് മേടിച്ചിട്ടുണ്ട്. OC കാശ് ആരാ? OC ഉമ്മൻചാണ്ടി. അപ്പം ഉമ്മൻചാണ്ടിയുടെ പേര് വന്നിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയുടെ പേര് വന്നിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുടെ പേര് വന്നിട്ടുണ്ട്, ഇബ്രാഹിം കുഞ്ഞിന്റെ പേര് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ UDF മന്ത്രിസഭയ്ക്കകത്ത് നിലവിലുള്ള പലരുടെയും പേരുകൾ ഇതിനകത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന 187 കോടിക്കകത്ത് നിന്ന് ബാക്കി 185 കോടി പോയിരിക്കുന്നത് പലരുടെയും വായിലേക്കാണ്. കോൺഗ്രസിന്റെ വായിലേക്ക് പോയിട്ടുണ്ട്, UDF-കാർ. ഇനിയിപ്പം പുതിയൊരു പ്രസ് റിലീസ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ED അടുത്ത അന്വേഷണം പ്രഖ്യാപിക്കുന്നത് UDF-കാർക്കെതിരെയാണ്. അപ്പോൾ UDF-ന്റെ പല നേതാക്കന്മാർക്കെതിരെയും, അതായത് ഒരു വെള്ള പേപ്പറിനകത്ത് എഴുതിയിട്ടിരിക്കുന്ന പേരുകളാണ് ഇതെല്ലാം. ഡയറിക്കകത്ത് ഇത്രയും പേർക്ക് കൊടുത്തു. PV BVNR ആവാനാണ് സാധ്യത. അല്ലെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറയില്ല ഞാൻ അതിനകത്ത് കുറ്റക്കാരനല്ല, എൻ്റെ കൈകൾ ശുദ്ധമാണെന്നും മടിയിൽ കനമില്ലാത്തതിന് വഴിയിൽ ഭയക്കേണ്ട എന്നും പിണറായി വിജയൻ പറയില്ലായിരുന്നു. അപ്പം വേറെ ഒരു PV ഉണ്ട്, അതിന് BVNR ആയിരിക്കും. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർക്കൊരു ഫിനാൻസ് കമ്പനി ഉണ്ടായിരുന്നു, അതായത് ഈ കരിമണൽ കർത്തയ്ക്ക്. ഈ ഫിനാൻസ് കമ്പനിയിൽ നിന്ന് ഏകദേശം 53 ലക്ഷം രൂപ എങ്ങാണ്ട് 2015 കാലഘട്ടത്തിലാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് അന്ന് മുഖ്യമന്ത്രിയായിട്ടോ മന്ത്രിയായിട്ടോ പിണറായി വിജയൻ ഇല്ല നമ്മുടെ കേരളത്തിൽ. അന്ന് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറിയാണ്. പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അവരുടെ ഈ കരിമണൽ കർത്തയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ശശിധരൻ കർത്തയുടെ തുക എടുക്കുന്നത്. അതൊരു ഈ ലോൺ എന്നുള്ള നിലയിലാണ് 2 ഘട്ടങ്ങളിലായിട്ട് ലോൺ എടുക്കുന്നത്. അപ്പോൾ ഈ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന കരിമണൽ ഖനനത്തിന് എതിരായി, അതായത് എന്തിനാണ് കരിമണൽ കർത്ത എന്ന് പുള്ളിക്ക് പേര് എന്ന് ചോദിച്ചാൽ, തീരദേശങ്ങളിൽ നിന്ന് കരിമണൽ എടുക്കാൻ ഒരു കമ്പനിക്ക്, അതായത് പുള്ളിയുടെ കൊച്ചിയിലുള്ള ഈ കമ്പനിയാണ്. അപ്പോൾ അതിന് കരിമണൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ പുള്ളിക്ക് പെർമിഷൻ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് പുള്ളി ഈ കണ്ട കളി അത്രയും കളിച്ചത്. അപ്പം CMRL എന്നാണ് അതിൻ്റെ കമ്പനിയുടെ പേര്. അപ്പോൾ ഈ CMRL കമ്പനിക്ക് കരിമണൽ എടുക്കാൻ വേണ്ടി അന്ന് സമരമുഖത്ത് നിർത്തിയിരുന്ന ആരാ? CPM സമരമുഖത്തുണ്ടായിരുന്നു. ഇവിടെ VM സുധീരൻ അടക്കമുള്ളവർ കരിമണൽ കടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്തും അത് മുഴുവൻ കോൺഗ്രസിന്റെ നിലപാടായിരുന്നില്ല. കോൺഗ്രസിന് പക്ഷേ അന്ന് അനുകൂല ഭാവമായിരുന്നു, കരിമണൽ കടത്താം എന്ന് പറയുന്നത്. അപ്പോൾ അതേ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ പേര് OC, മുഖ്യമന്ത്രിയായിരുന്നു അന്ന്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. RC രമേശ് ചെന്നിത്തല
അദ്ദേഹം പിന്നെ ഇതിനകത്തുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല നിഷേധിച്ചിട്ടില്ല, രമേശ് ചെന്നിത്തല പണം വാങ്ങിയിട്ടുണ്ട് എന്നും അത് പാർട്ടി ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയും ചെയ്തു. അപ്പം ഇതിന്റെ ഒരു CMRL എന്ന് പറയുന്ന ഒരു കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിണറായി വിജയന് വലിയ തട്ടുകേട് വരത്തില്ല. പക്ഷേ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന പലർക്കും പണി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അവരുടെയൊക്കെ വീട്ടിലേക്ക് ED കയറി ഇറങ്ങാനുള്ള സാധ്യത ഇനി ഇപ്പം വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാം. പിന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഇതിനകത്ത് സൂചിപ്പിച്ചു പോകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, KC വേണുഗോപാലിന് എതിരായി നമ്മുടെ കേരളത്തിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിൽക്കുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണങ്ങളിൽ ഒന്ന് ഇത് തന്നെയായിരുന്നു. കരിമണൽ കർത്തടയിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിന്നെ ഈ പറയുന്ന KC വേണുഗോപാൽ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന ഗുരുതരമായൊരു ആരോപണം അന്ന് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരായി പരാതി കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഈ പരാതിയുമായി ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് പോകുന്നതിനോ തയ്യാറായില്ല എന്നുള്ളതാണ് അന്നെല്ലാവരും കണ്ടത് ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക്. അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ രാഷ്ട്രീയ നേതാക്കളും പരസ്പരം ചെളി വാരി എറിയുന്ന പോലെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്റ്റണ്ട് മാത്രമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഈ വാക്കുകളെ കേട്ടത്. ഒന്നാമത്തെ കാര്യം, പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ടും ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകൾക്ക് കേരളത്തിലെ ജനങ്ങളോ അല്ലെങ്കിൽ ആൾക്കാരോ അത്രയ്ക്കൊരു ഒഥൻറ്റിസിറ്റി കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടും അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ വന്നില്ലായിരുന്നില്ല ഒരു പക്ഷേ തുടർന്ന് എവിടെയെങ്കിലും ഒരു അന്വേഷണം വന്നിരുന്നെങ്കിൽ നമ്മുടെ KC വേണുഗോപാലിനും പണി കിട്ടിയേനെ. അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പം ഇവിടെ CPMന് കിട്ടിയിരിക്കുന്ന ഒരു പുത്തൻ ഉണർവാണ്. തെരുവിലിറങ്ങാൻ, പ്രതിഷേധിക്കാൻ, പിന്നെ ഇതിന് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാം. അവിടെ ശക്തമായ പ്രതിഷേധം നടത്തി. ഇതിനെ പ്രതിഷേധത്തെ അപലപിക്കുന്നവരുണ്ട്, പ്രതിഷേധിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നോക്കൂ, കഴിഞ്ഞ 2022 രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അതായത് എനിക്ക് ഡെക്കാൻ ഹെറാൾഡ് കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു, നമ്മുടെ ഇതുപോലെ തന്നെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെ ഒക്കെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്ത കാലഘട്ടത്തിൽ എന്തായിരുന്നു ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത്? ഈ ചോദ്യം ചെയ്ത കാലഘട്ടത്തിൽ ഇവിടെ ശരിക്കും കൊലക്കളമാക്കുകയല്ലായിരുന്നു. ജനാധിപത്യ വിരുധ്വംസനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കോൺഗ്രസ്സുകാർ ഇവിടെ നടമാടിയത്. ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു വലിയ പ്രശ്നം കോൺഗ്രസ്സുകാർക്ക് പറ്റുമ്പോൾ മാത്രമാണ് പ്രശ്നം, അല്ലാതെ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന വേറെ ഏത് പാർട്ടിക്ക് പറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരാളെ രാഷ്ട്രീയ ഭാവി നശിപ്പിച്ചു കൊടുത്തത് കോൺഗ്രസ്സാണ്. ഈ പറയുന്ന മുകുൾ വാസ്നിക് അടക്കമുള്ള ആൾക്കാരാണ് ഈ പറയുന്ന അദ്ദേഹത്തെ കുടുക്കിയത്. പിന്നെ നമ്മുടെ അരവിന്ദ് കെജ്രിവാളിനെ, പുള്ളിക്കെതിരായി കേസുകൾ മുന്നോട്ട് കൊണ്ടുപോയത് അവരൊക്കെ തന്നെയാണ്. എന്നിട്ട് ED എടുത്തുകൊണ്ട് പോയത് ആരെയാ? അരവിന്ദ് കെജ്രിവാളിനെ. എന്താണ് ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്? അതിനെ പ്രതിരോധിക്കാൻ നിന്നില്ല. പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ട്. കാര്യം അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി പ്രതിപക്ഷത്തുണ്ട്, അതായത് ഇന്ന് ഇന്ത്യ സഖ്യത്തിനകത്തുണ്ട്. അപ്പോഴും അത് പ്രതിഷേധിച്ചില്ല. അപ്പോൾ തനിക്കെതിരെ വരുമ്പോൾ മാത്രം അത് രാഷ്ട്രീയ പ്രേരിതവും മറ്റുള്ളവരുടെ വരുമ്പോൾ അതിനെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ നിയമാനുസൃതമായ നടപടിയുമായി കാണുന്നതാണ് കോൺഗ്രസ്സുകാരുടെ പൊതുതന്ത്രം. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഈ ED റെയ്ഡ് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.